കാണികളുടെ കയ്യടി നേടി മുച്ചീട്ടു കളിക്കാരന്റെ മകൾ അരങ്ങിലെത്തി. പറവൂർ EMS സാംസ്കാരിക പഠന കേന്ദ്രം സംഘടിപ്പിച്ച നാടക മത്സരത്തിലാണ് ബഷീറിന്റെ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തിയത്. ഒന്നും രണ്ടല്ല ഇമ്മിണി ബെല്ലി ഒന്നാണെന്ന് പഠിപ്പിച്ച നിലപാടുകളുടെ സുൽത്താൻ വക്കം മുഹമ്മദ് ബഷീർ 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ വീണ്ടും അരങ്ങിലെത്തിയപ്പോൾ കയ്യടിയോടുകൂടിയാണ് കാണികൾ നാടകത്തെ വരവേറ്റത്. മണ്ടൻ മുത്തപ്പയും ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമയും എട്ടുകാലി മമ്മൂഞ്ഞും പോക്കറുടെ മകൾ സൈനബിയുമെല്ലാം വേദികൾ കൈയടക്കിയപ്പോൾ കാണികളും ആ കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു. EMS സാംസ്കാരിക പഠന കേന്ദ്രം പറവൂരിൽ സംഘടിപ്പിച്ച നാടക മത്സരത്തിൽ തിരുവനന്തപുരം സാഹിത്യ തിയേറ്റേഴ്സാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ നാടകം അരങ്ങിലെത്തിച്ചത്. ഹേമന്ത് കുമാർ രചനയും രാജേഷ് ഇരുളം സംവിധാനവും നിർവഹിച്ച നാടകത്തിന്റെ നിർമ്മാതാവ് CR മഹേഷ് MLA ആണ്. അന്തസ്സുള്ള പോക്കറ്റടി കലാകാരന്മാർക്ക് കൂടി ദുഷ്പേരുണ്ടാക്കുന്ന ആറാമ്പറപ്പുകാരാണ്. അതവിടെ നിൽക്കട്ടെ. മണ്ടൻ മുത്തപ്പ ചരിത്രത്തിലെ വേറൊരു അധ്യായം തന്നെയാണ്. ഇപ്പൊ നമുക്ക് സ്ത്രീഹത്യ എന്ന വിഷയത്തിൽ തന്നെ ഊന്നി നിന്ന് സംസാരിക്കാം. അപ്പോ അത് വേണമെന്ന വാദത്തിൽ ശ്രീമാൻ പോക്കർ ഉറച്ചു നിൽക്കുന്നു. പിന്നൊരു കാര്യം, നമ്മുടെ മോളെ നമ്മൾ തരംകിട്ടപ്പോ കൊന്നോളാം. അതാണ് പെമ്മക്കളെ കൊല്ലേണ്ട ഉത്തരവാദിത്തം. അതാണ് തന്തമാരെ ഏറ്റെടുക്കണം. ന്യായം. കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു തരം ജനകീയ ഉന്മൂലന വിപ്ലവം തന്നെയാണ് ശ്രീമാൻ പോക്കറിനെ വെക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കൊന്നലാവണൊക്കെ അത്രയുള്ളൂ. അടേ പൊൻകുരിശ്, താൻ ശബ്ദമുണ്ടാക്കാതെ വള്ളത്തിൽ നിന്നാ മതി. എന്നോ താൻ വള്ളത്തിൽ നിന്നാ മതി. കേട്ടില്ല? താൻ ശബ്ദമുണ്ടാക്കാതെ വള്ളത്തിൽ നിന്നാ മതി. ഓ അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. ില്ലാതെ മനസ്സ് ശാന്താക്കി ശ്വാസത്തിന് പകരം നമ്മള് പോഹ എടുക്കുന്നത് വായക്കൊടി, വിടുന്നത് മൂക്കി. അങ്ങനെ മൂക്കിക്കൂടെ ശ്വാസം വിട്ടാൽ ശ്വാസം മുട്ടിക്കാൻ പറ്റും. മൂക്കിക്കൂടെ വിട. പിന്നെ പരാതിയില്ല. മാത്രമല്ല പുട്ടിന് ശരിക്കും പൂരാജ് പോലീസിന് മറുപടി ഇല്ല. രാത്രി എന്തുകൊണ്ടത് ഞങ്ങളുടെ കുട്ടിനുള്ളിൽ പെട്ടില്ല? നമ്മുടെ അടുത്ത പപ്പ് രൂപ 128. നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വായിച്ചു. നമ്മുടെ കളി നമുക്ക് ഇഷ്ടമുള്ളപ്പോ നിർത്താം. തനിക്ക് കിട്ടുമ്പോ തനിക്ക് വിശപ്പും ദാഹമൊന്നും കാണാറില്ലല്ലോ. വാങ്ങിക്കാൻ നല്ല ഹരം, കൊടുക്കുമ്പോ കൈവറ കൊടുക്കാൻ. ഇന്ന് സൈനവാനെ നമ്മൾ കൊല്ലും. നിങ്ങളുടെ നിയമം കൈയെടുക്കരുത്. ഞങ്ങൾ കൊല്ലും. തമാശക്കാണെങ്കിലും അങ്ങനൊന്നും പറഞ്ഞോളല്ല. ഓക്കിന് കളിയെത്തി കാലം വീശാൻ പോകും. പോയി കളിക്കരുത്. പോക്കരും സൈനവൻ കൊല്ലാൻ മാമാ, തെറ്റ് ചെയ്തതും ഓളെ കൊണ്ട് തെറ്റ് ചെയ്യിച്ചതും ഒക്കെ നമ്മളെ വേണമെങ്കിൽ കൊന്നോളെ. പാവം സൈനവ ഓള് പാവല്ല, ഓള് പാവല്ല. ഓളെ നമ്മൾ കൊല്ലും.
കൊല്ലാൻ പോവാണ്. ആര്? ബാപ്പേ. അതെ അതിനെ കരയിപ്പിച്ച് അതിന്റെ പറയുമ്പോ ഓൻ കൊന്നോളും. അന്നെ കൊല്ലു ചോദിച്ചാൽ മക്കളു ഇത് ഭാര്യ പറയാൻ കുട്ടീനെ വിളിച്ചാലേ കുറച്ച് പണിയുണ്ട്. അന്നെ കൊല്ലാൻ വന്ന കുട്ടീനെ വിളിക്കാം. കരയിപ്പിച്ചത് പറ്റിയപ്പോ എന്നല്ലേ കുടിക്കന്നിട്ട് നമുക്ക് എന്നെ കൊല്ലരുത്.